എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവീൻ്റെ മുത്തശ്ശനും അമ്മയും കൂടെ വന്നിട്ട് പോയതിന് ശേഷം ഭയങ്കര കോൺഫിഡൻസാണ് കനകയ്ക്ക്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ വിവാഹം നടത്തും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കനക അങ്ങ് പോയി കഴിയുമ്പം ആകെ ടെൻഷനാകും നന്ദുവിന്. അതുകൊണ്ട് തന്നെ നന്ദു അനിയെ വിളിക്കുവാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം അനി ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, അതുപോലെ നിനക്ക് എന്താ തുറന്നു പറയാൻ ഇത്ര ബുദ്ധിമുട്ട്, നിനക്ക് കാര്യങ്ങൾ അവനോട് അമ്മയോടൊക്കെ തുറന്നു പറയാൻ മേലെ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, നീ അവിടെ പറഞ്ഞതുപോലെ എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല, അതിന് പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ നീ അവൻ്റെ കൂടെ പോയി അങ്ങ് ജീവിച്ചു എന്ന് പറയുക അനി. അന്നേരം ഇപ്പം നീ എൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഒരെണ്ണം ഞാൻ വെച്ച് തന്നേനെ എന്ന് നന്ദു പറയുമ്പം അനി പറയുന്നുണ്ട്, ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ നിനക്കറിയാലോ, അതുപോലെ നിൻ്റെ വീട്ടിൽ സംസാരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, എടാ നവീനേട്ടൻ കോടതിയിൽ നിനക്ക് വേണ്ടി വാദിച്ചത് നീ കണ്ടതല്ലേ, എത്ര ആത്മാർത്ഥമായിട്ടാണ് നവീനേട്ടൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിന് ഒരു നന്ദി വേണ്ടേ, അങ്ങനെയെല്ലാം അങ്ങ് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയും, ഓഹോ അങ്ങനെ നന്ദി കാണിക്കാൻ ഇനി അവൻ്റെ കൂടെ ജീവിക്കാൻ നീ തീരുമാനിച്ചോ, അതൊന്നും നടക്കണ കാര്യമല്ല, നിനക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നോട് സംസാരിച്ചാൽ ശരിയാകുകയില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ ഇപ്പോൾ ഫോം വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ വീട്ടിലോട്ട് പോകുന്ന കാര്യം തീരുമാനിച്ചായിരുന്നല്ലോ, നവ്യയും നയനയും ആദർശം എല്ലാവരും കൂടെ. അതിനുവേണ്ടി കാരണം പറഞ്ഞത് വല്യമ്മയുടെ കല്യാണമാണെന്നാണ്. ഏതായാലും റെഡിയായി പോകാനായിട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് അഭിയോട് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അഭിനയിക്കുവാണേ, നീയോടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അന്നേരം അഭി പറയുന്നുണ്ട്, എന്നെ അവിടെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകും, ഏതായാലും നീ പോയിട്ട് വാ, പോയി സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചിട്ട് വാ എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിൻ്റെ മനസ്സ് മാറ്റാനൊക്കെ അവർ ശ്രമിക്കും, നിനക്കറിയാലോ അനഘ റിക്കവർ ആയിക്കൊണ്ടിരിക്കുവാണ്, ഇനി അവളെ വെച്ച് എന്നെ തകർക്കാൻ വേണ്ടി ആദർശേട്ടനും നയനൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം നവ്യ പറയും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും നിൻ്റെ കൂടെ നിൽക്കാൻ ഞാനില്ലേ, ആദർശേട്ടൻ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്, ആ കുഞ്ഞ് ആദർശേട്ടൻ്റെയാണ്, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വെച്ച് നിന്നെ ഭീഷണിപ്പെടുത്താനൊന്നും പറ്റിയല്ലോ, അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല അഭി എന്ന് പറയും. അത് കഴിഞ്ഞും അഭി പറയുന്നുണ്ട്, അവിടെ ചെന്ന് കഴിയുമ്പം എല്ലാവരും ഈ വിഷയമൊക്കെ എടുത്തിടുമായിരിക്കും, അന്നേരം നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അതിന് തക്കതായ മറുപടി കൊടുക്കാൻ എനിക്കറിയാം, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആകേണ്ട കാര്യമില്ല എന്ന്. അതുപോലെ അമ്മയും നയനയും എല്ലാവരും കാണിയല്ലേ, അവരെല്ലാവരും നിന്നോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് അഭിക്ക്. അതൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നവ്യ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. പോകുന്നതിന് മുമ്പ് അച്ഛനും ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് ഉമ്മയൊക്കെ കൊടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ അവിടെ നിന്ന് ഇറങ്ങുന്നു. നവ്യ അങ്ങ് പോയി കഴിയുമ്പോൾ അഭി ഓർക്കുക, ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യമെന്ന്. കാരണം അവൻ്റെ കള്ളത്തരങ്ങളൊന്നും ആര് വിളിച്ചു പറഞ്ഞാലും അവൾ വിശ്വസിക്കുന്നില്ലല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാവൻ നിൽക്കുന്നത്. പക്ഷെ സത്യം ഇപ്പോഴും അഭിക്ക് അറിയില്ലല്ലോ. പിന്നെ ആദർശം നയനയും പോകാൻ വേണ്ടി റെഡിയായി വരുവാണ്. അതുപോലെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നേരം ആദർശം ചോദിക്കും, വീട്ടിൽ പോകുന്നതിൻ്റെ ആണോ ഈ സന്തോഷം എന്ന്. അന്നേരം അതുകൊണ്ടൊന്നും അല്ലെന്നേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ വീട്ടിൽ പോകില്ലായിരുന്നോ, എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് വിഷമം. പിന്നെ ഇന്നത്തെ സന്തോഷത്തിന് കാരണം നവ്യേച്ചയാണ്, എത്ര കാലം കൂടിയാണ് ഞങ്ങൾ 3 പെൺമക്കളോട് ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാൻ പോകുന്നത്, വഴക്കും പിണക്കും ഒക്കെ മറന്ന്, അതൊരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നും പറയുന്ന പോലെ അഭിയയുടെ ചതിയെപ്പറ്റിയും അവനെ മര്യാദ പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അവരവിടുന്ന് ഇറങ്ങിപ്പോരുവാണ്. താഴോട്ട് വരുമ്പം അവിടെ ദേവയാനി നിൽപ്പുണ്ട്. ദേവയാനിയോടും യാത്ര ചോദിക്കുന്നു. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇവിടുന്ന് നവ്യ പോയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും സംശയം അഭിക്ക് തോന്നുമെന്ന് അറിയത്തില്ല എന്ന്. അന്നേരം അങ്ങനെ സംശയമൊന്നും തോന്നത്തില്ല ചേച്ചി, ആ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ നവ്യ തിരിച്ചു വന്നതിൻ്റെ സന്തോഷം അവർ 3 പേരോട് പറയുന്നുണ്ട്. അന്നേരം ദേവേനെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അവളൊരു ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അതൊന്നും പുറത്ത് കാണിക്കാതെ അഭിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി അവൾ ഓരോന്ന് ചെയ്യുന്നത്, അതേതായാലും നല്ല കാര്യമാണ് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അമ്മേ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പൂർണ്ണ പിന്തുണ കൊടുത്ത് ഞങ്ങൾ കൂടെ ഉണ്ടാകും, ഇനി അവളുടെ കണ്ണ് നിറയാൻ ഞങ്ങൾ അനുവദിക്കില്ല, അവൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം കൊടുത്ത് സംരക്ഷിച്ച് കൂടെ നിർത്തണം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് അഭിയും ജലജയും കൂടെ വരും. അന്നേരം അവർ ചോദിക്കും, വല്യമ്മയുടെ കല്യാണത്തിന് പോകുവാണോ, ഇവിടുന്ന് ഒരുത്തിയും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓ ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പോയിക്കോട്ടെ, അതിന് എനിക്കെന്നാ, ഏതായാലും അവിടെ ചെന്ന് ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കാണും, അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കാരണം തീർത്ത് അടിയും കൊടുക്കും, അതുപോലെ ദേഷ്യത്തിലാണ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പോവാണ് എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുന്നു. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനും പോകുന്നുണ്ടോ കല്യാണത്തിന് എന്ന്. അന്നേരം ഇല്ല, ഇവളെ അവിടെ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിയുമ്പം
ദേവേന് പറയുന്നുണ്ട് നവ്യയാണ് ആ കല്യാണത്തിന് പോയേക്കുന്നത്, നിൻ്റെ തനി സ്വരൂപം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പിന്നെ നീ ഇങ്ങനെ കാണത്തില്ല എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട് ഇവൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഇതുവരെ കൂട്ടു നിന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇവൻ ഇപ്പോഴും തെറ്റിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അതിന് കൂട്ടു നിൽക്കാനായിട്ട് അവന് ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ്റെ അച്ഛൻ എന്ന് പറയുന്നവനെ എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അച്ഛൻ്റെ പുറകെ പോകാറൊന്നുമില്ല, അമ്മ വെറുതെ പറയരുത് എന്ന്. അന്നേരം ദേവേന് പറയും ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കേണ്ട, ഇവൻ നാവെടുത്ത നുണയെ പറയുള്ളൂ, ഇപ്പോഴും അവൻ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്, നീ ഒരു കാര്യം ഓർത്തു വെക്കുന്നത് നല്ലതാണ്, ഇതിനു മുമ്പും ആദർശല്ലായിരുന്നു ഈ വീട് വിട്ട് പോകേണ്ടിയിരുന്നത്, നീയാണ് അതിനുള്ള അവസരം നീയായിട്ട് ഇനിയും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട് എടാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, മര്യാദയ്ക്ക് നീ ഇവിടെ ഇരുന്നോണം, ഇനിയും നിൻ്റെ അച്ഛനുമായിട്ട് ബന്ധം കൂടാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ തന്നെ അടിച്ചിറക്കും എന്ന് പറയുമ്പം അഭി പറയുവാണ് അങ്ങനെ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പുറത്ത് സ്വീകരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അതും അമ്മ മറക്കരുത് എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന്. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് ജലജ അങ്ങോട്ട് പോകുന്നു, ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അഭി. പിന്നെ കാണിക്കുന്നത് കനകയും നന്ദുവിനെയൊക്കെയാണ്, അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് നയനയുടെയും ആദർശിൻ്റെയും കൂടെ വരുന്ന ആ ഗസ്റ്റ് ആരാണ് എന്നറിയാൻ വേണ്ടി. അതിനിടയ്ക്ക് ഒരു അനഘയും മോളും ആയിരിക്കും അത്യാവശ്യം റിക്കവറായി എന്നല്ലേ നയനമോള് പറഞ്ഞത്, മിക്കവാറും അവരെയും കൊണ്ടായിരിക്കും വന്നത് എന്നൊക്കെ കുറേ ഊഹം പറയുന്നുണ്ട് കേട്ടോ പരസ്പരം. അത് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, ഭയങ്കര ആകാംക്ഷയാണ് എല്ലാവർക്കും. ഈ സമയം നവ്യ വഴിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആദർശം നയനയും വന്നു കഴിയുമ്പം ആ വണ്ടിയിൽ ചെന്ന് കയറും. അന്നേരം നയന ചോദിക്കുന്നുണ്ട് കേട്ടോ അഭിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന്. അന്നേരം സംശയമൊന്നും തോന്നിയില്ല, ആ രീതിയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട് ചേച്ചിയെ ചെല്ലുന്നതെന്ന് വീട്ടിൽ പറഞ്ഞിട്ടില്ല, അവരെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക ചേച്ചിയെ കാണാൻ എന്നൊക്കെ പറയുവേ, എന്തായാലും സന്തോഷമായിരിക്കും അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ എല്ലാവരും നിൽപ്പുണ്ടേ, കനകയും ഗോവിന്ദനും അതുപോലെ നന്ദുവൊക്കെ അക്ഷമരായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. പക്ഷേ ഇതെന്താ പോലും വരാത്തെ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കനക പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വണ്ടി വന്ന് നിൽക്കുന്നു. വണ്ടിയിൽ നിന്ന് ആദ്യം ആദർശം നയനയാണ് ഇറങ്ങുന്നത്. നയന പറയും ചേച്ചി ഒരു ഇച്ചിരി നേരം കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയെന്ന്. അവരെ രണ്ടുപേരും കാണുമ്പോൾ പക്ഷേ ഇവർ വന്നോളൂ, അപ്പോൾ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ആരാ പോലും എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. കയറി വന്നു കഴിയുമ്പം ചോദിക്കും നിങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞു, എന്നിട്ട് വന്നില്ലേ എന്ന്. അന്നേരം ആദർശ് പറയുവാണ് അങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ട്, അമ്മയും അച്ഛനും നടതള്ളിയ ഒരാളാണ്, ഇത് ഇപ്പോൾ വരും എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും നവ്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണേ. നവ്യ കാണുന്ന മോഹം മങ്ങും കനകയുടെ, ഓ ഇവളാണോ, ഇവള് മോളാണെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്കിപ്പോൾ മടിയാണ്, ഇവളാണോ വലിയ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പുച്ഛത്തോടെ നിൽക്കുവാണ് കനക. ഏതായാലും നവ്യ കയറി വന്നു കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മ സത്യങ്ങളെല്ലാം നവ്യച്ചോട് വിളിച്ചു പറഞ്ഞപ്പം ചേച്ചി അത് അംഗീകരിച്ചില്ല എങ്കിൽ പോലും ചേച്ചി അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അന്വേഷിച്ചു പോയായിരുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അബിക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് ചേച്ചി പിന്നീട് എയിൻ ജ്വല്ലറി പോയിക്കൊണ്ടിരുന്നത് എന്ന് നയന പറയുമ്പം ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മെസ്സേജസ് ഒക്കെ വരില്ലായിരുന്നോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു അജ്ഞാത മെസ്സേജ്, അത് അയച്ചുകൊണ്ടിരുന്നത് നവ്യയുടെ കൂട്ടുകാരിയാണ്, നവ്യ പറഞ്ഞിട്ടാണ് അതെല്ലാം ആ കൂട്ടുകാരി ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പം നന്ദുവിനും ഭയങ്കര സന്തോഷം, ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അന്നേരം കനക പറയുന്നുണ്ട് നീ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, അത്രയും തന്നെ സന്തോഷം ഞങ്ങൾക്ക് എന്ന്. പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാലമായില്ലേ കുഞ്ഞിനെ കൈ കിട്ടിയിട്ട്, നിന്നോട് പിണങ്ങിയതിനേക്കാൾ കൂടുതൽ സങ്കടം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ എടുക്കാൻ സാധിക്കാത്തതായിരുന്നു എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് ഏതായാലും എല്ലാവരും ഒരുമിച്ച് കൂടിയല്ലോ, ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കനക പറയും അങ്ങനെ അങ്ങ് പോകാൻ പറ്റിയല്ല, ഇങ്ങനൊരു നല്ല സംഭവം വന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറയും. അന്നേരം അത് മതി ആദർശേട്ടാന്ന് നയനയും പറയും. അന്നേരം ഗോവിന്ദൻ പറയുവാണ് കുഞ്ഞിനെ ഞാനിനി നോക്കിക്കോളാം, നിങ്ങൾ അടുക്കളയിൽ പോയി എല്ലാം സെറ്റ് ചെയ്യുക, ഞാൻ നോക്കിക്കോളാം എന്ന്. അന്നേരം കനക പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശന് കൊച്ചുമോനെ കിട്ടിയ സന്തോഷമാണ് എന്ന്. അന്നേരം ഇതിനിടയ്ക്ക് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യോട് ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ, അന്ന് അബിയെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിൽ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ആ ദേഷ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്, അന്ന് നീ കൊണ്ടുപോയി കുറച്ചേ അവനെ ചതച്ചുള്ളൂ, അവനെ ഇടിച്ച് അവൻ്റെ കാലൊടിക്കണമായിരുന്നു, അതായിരുന്നു വേണ്ടത് എന്നൊക്കെ പറയുമ്പം നന്ദുവിനും ഒരാശ്വാസം. ഏതായാലും നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനിയും അവൻട്ട് ഇങ്ങനെ കിട്ടാനുള്ള പണിയൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കോ അവനായിരിക്കും ഇനി അടുത്തത് അനന്തപുരിയിൽ നിന്ന് പുറത്തു പോകുന്നത്, അതിനു മുമ്പ് അവനെ ഞാൻ നല്ല രീതിയിൽ വട്ടം കറക്കും എന്നും പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൂടി ചേർന്ന ഒരു സന്തോഷത്തോടെ അവരകത്തേക്ക് പോകുന്നു.
ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് നന്ദു അനിയെ വിളിക്കുക. എന്നിട്ട് അനിയോട് നന്ദു ചോദിക്കും, ചേച്ചി ഇങ്ങോട്ട് വന്ന കാര്യം നിനക്ക് അറിയത്തില്ലായിരുന്നോടാ എന്ന്. അന്നേരം പിന്നെ അറിയത്തില്ലാതെ, അതൊരു സർപ്രൈസ് ആക്കി വെച്ചേക്കുമല്ലായിരുന്നു ആദർശേട്ടനും നയനയെടുത്തിയും, അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് എന്ന് അനി പറയും. എന്നിട്ട് എങ്ങനെയാണ് എല്ലാവർക്കും സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുമ്പം, പിന്നെ സന്തോഷമായില്ലേ, എത്ര കാലമായെന്നറിയോ എൻ്റെ ചേച്ചി ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഒന്ന് ചിരിച്ച് സംസാരിച്ചിട്ട്, ഏതായാലും സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും റൂമിലേക്ക് നയനയും നവ്യയും കൂടെ വരുവേ. ഇവർ വരുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും നന്ദു. അന്നേരം ആരാ ഫോണിൽ എന്ന് ചോദിക്കുമ്പം എൻ്റെ ഒരു എന്നിങ്ങനെ എത്രയും പറഞ്ഞു നിർത്തിയിട്ട്, അല്ല ഓഫീസിൽ നിന്നാണ് എന്ന് പറയും. അന്നേരം നവ്യ എൻ്റെ ഒരു ഓഫീസിൽ നിന്നോ, അതിനായിട്ട് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, നീ ആ ഫോണിങ് തന്നേ എന്ന് പറഞ്ഞ് നയനെ പിടിച്ച് മേടിക്കും. എന്നിട്ട് വന്ന കോൾ ഏതാണെന്ന് നോക്കുവാണേ. അന്നേരം അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് അനിത എന്നാണ്. അന്നേരം അനിതയോ എന്ന് പറഞ്ഞിട്ട് അത് ഡയൽ ചെയ്യാൻ തുടങ്ങുന്ന നയന ആ നമ്പർ തിരിച്ചറിയാം. സ്വാഭാവികമായിട്ടും അനിയുടെ നമ്പറാണല്ലോ. അന്നേരം ഇത് അനിയുടെ നമ്പറല്ലേടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ വിഷമത്തിൽ നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.